ഇന്ന് ഇറ്റാലിയൻ ഡെസേർട്ടായ തിരമിസുവിൻ്റെ റെസിപ്പിയാണ്. പാർട്ടികളിലും ഗസ്റ്റ് വരുമ്പോഴും ഡെസേർട്ട് കഴിക്കാനെല്ലാം തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു തിരമിസുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കോഫി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ തിളക്കുന്ന 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒന്നിക്കിൽ ഇതുപോലെ കോഫി റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കോഫി ഇട്ടിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി ഞാനിതാ 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ള ആവശ്യമില്ല, മഞ്ഞ മാത്രം മതി. അപ്പോൾ 3 മുട്ടയുടെ മഞ്ഞ എടുക്കുക. വെള്ളം നമുക്ക് പിന്നീട് ഓംലേറ്റോ എന്തെങ്കിലും ആക്കുമ്പോൾ എടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടിയാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു മുട്ടൻ്റെ മഞ്ഞയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 1 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അടിയിൽ വെള്ളം തിളക്കുന്നുമുണ്ട്. നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി. 1 മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് മുട്ടയെല്ലാം ഒന്ന് ചൂടായി ഒന്ന് കുക്കായി വരും. ഒരുപാടങ്ങ് കുക്കായി പോകരുത്, ചെറിയ തീയിൽ വെച്ചാൽ മതി. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കുമ്പോഴത്തേക്ക് മുട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങും. അന്നേരം നമുക്കിതങ്ങ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ മഞ്ഞ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ക്രീം ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 100 മുതൽ 150 ഗ്രാം വരെ ക്രീം ചീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ക്രീം ചീസാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ കിട്ടുന്നത് അത് വാങ്ങിക്കുക. ശരിക്കും തെറാമിസ് ഉണ്ടാക്കുമ്പോൾ ഈ ചീസല്ല ചേർക്കൽ, മാസ്കർപോണേൻ്റെ ചീസാണ് ചേർക്കൽ. അപ്പം എല്ലാവർക്കും അതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചീസ് നിങ്ങൾ വാങ്ങിക്കുക. ആ ഒരു ചീസ് എനിക്കിവിടെ കിട്ടും, ഞാൻ പിന്നെ അത് വാങ്ങിയിട്ടില്ല, ഇതാണ് വാങ്ങിച്ചത്. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ക്രീം ചീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ക്രീം പരുവത്തിൽ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഷുഗർ ചേർന്നിട്ട് വരുന്ന വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ ചേരാത്ത വരുന്ന വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഷുഗറും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് ബീറ്റാക്കി കൊടുക്കാൻ. ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കാം. നമ്മൾ കേക്കിലേക്കെല്ലാം ബീറ്റ് ചെയ്യലില്ലേ വിപ്പിംഗ് ക്രീം, അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്, തീരെ ലൂസായി പോവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഈ ഒരു രീതിയിൽ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്രീം വേണ്ടത്. അങ്ങനെ ക്രീം റെഡിയായി. പിന്നെ നമ്മൾ കോഫി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലും വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള ഇറ്റാലിയൻ ലേഡി ഫിംഗർ എന്ന് പറയുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ബിസ്ക്കറ്റ്. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റാണ് വാങ്ങിയത്. പല ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റും വരുന്നുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു ബിസ്ക്കറ്റാണ്. മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് വേണം. ഇതിപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എടുക്കുക. ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ എടുക്കാൻ നോക്കുക, എന്നാലാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ്. ഇനി നമുക്ക് ഈ ഒരു തിരമിസു സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കോഫി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോഫി തണുപ്പിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചൂടോടെ ആണെങ്കിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് അതിലേക്ക് അലിഞ്ഞ് പോവും. അതുകൊണ്ട് തണുപ്പിച്ചതിന് ശേഷം തന്നെ എടുക്കുക. എന്നിട്ട് ഓരോ ബിസ്ക്കറ്റും എടുത്തിട്ട് ഇതുപോലെ ആ ഒരു കോഫിയിലൊന്ന് മുക്കുക. എന്നിട്ട് ഈ ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ അടിയിൽ മുഴുവനും ഇതുപോലെ ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കിയിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം. ഒരുപാട് സമയമൊന്നും അതിലേക്ക് വെക്കരുത്. പെട്ടെന്ന് തന്നെ മുക്കിയെടുത്തിട്ട് ട്രേയിലേക്ക് വെക്കുക. അങ്ങനെ ഇതുപോലെ ബിസ്ക്കറ്റെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ആ ഒരു ക്രീം ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുക. 2 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു തിരമിസു റെഡിയാക്കി എടുക്കുന്നത്. 2 or 3 ലെയറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ 2 ലെയറായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ക്രീം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക.
ക്രീമെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം സെയിം രീതിയിൽ തന്നെ വീണ്ടും കോഫിയിൽ ഒരു ബിസ്ക്കറ്റ് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഇതുപോലെ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും ക്രീം ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. വീഡിയോ കാണുന്ന സമയത്തില്ലേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ക്രീമെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ടില്ലേ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനൊന്ന് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനെല്ലാം. കൊക്കോ പൗഡറിന് പകരം വേണമെങ്കിൽ കോഫി ഇട്ട് കൊടുക്കാം, പക്ഷേങ്കിൽ കോഫിനേക്കാളും നല്ലത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഇതുപോലെ കൊക്കോ പൗഡറും കൂടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരമിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ടില്ല കേട്ടോ. ഇനി ഒരു 2-3 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഞാനിതാ ഒരു 2 മണിക്കൂറായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തണുത്തിട്ടെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കുക. ഓവർനൈറ്റെല്ലാം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കട്ട് ചെയ്യുമ്പോഴെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾ സമ്മതിക്കുന്നില്ല പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നാണ് എടുത്ത് കട്ട് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നന്നായിട്ട് കിട്ടും. ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഓവർനൈറ്റ് പിറ്റേന്നാണ് കട്ട് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കലാണ് നല്ലത്. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂറിലും കുറവായിട്ടാണ് വെച്ചത്. അപ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് മൊത്തം ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റീന്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. ബാക്കിയുള്ളത് ഞാൻ പിറ്റേന്നാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓവർനൈറ്റ് വെക്കാൻ പറഞ്ഞത്. മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. അപ്പോൾ കട്ട് ചെയ്തത് ഞാൻ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റേനു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പാർട്ടികളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.